ഹലോ ഗൈസ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പാർപ്പുണ്ട്. വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള വീട്ടിൽ പാർപ്പുണ്ട്. അപ്പോൾ അത് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ ആരെയും വിളിച്ചില്ല, ഞങ്ങളോട് മാത്രം പറഞ്ഞുള്ളൂ. പിന്നെ അവരുടെ റിലേറ്റീവിൻ്റെ അടുത്തും. പിന്നെ അതുകൂടാണ്ട് ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള കൊച്ചിൻ്റെ 90 ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ എത്രയായാലും ഇപ്പോൾ പാർപ്പ് വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ചെല്ലാമെന്ന് വിചാരിച്ചു. അമ്മയും ഞാനും കൂടെ അങ്ങോട്ട് പോവുകയാണ്. പാർപ്പ് വീട്ടിൽ പോകാൻ നിൽക്കണ ആൾ നോക്കി എവിടെ അറ്റത്ത് പോയിക്കണ് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്. ഇവിടെ ആണെങ്കിൽ ശ്യാം ചേട്ടൻ കയറി വീട് കയ്യേറിയതുകൊണ്ടേ ഒരുത്തനാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പെട്ടിനെ പോളിഷ് ചെയ്തുകൊണ്ട് നിൽക്കണം. അമ്മയാണെങ്കിൽ ഇത് പാർപ്പ് വീട്ടിൽ പോകാനായിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ശ്യാം ചേട്ടൻ പറഞ്ഞ എന്നെ വീഡിയോയിലൊന്നും എടുക്കല്ലേന്ന്. ഇതാണ് പാർപ്പ് വീട് കേട്ടോ. അപ്പോൾ ഈ പാർപ്പ് വീട്ടിൽ പോയിട്ട് വരാം. ഞങ്ങളിതേ പാർപ്പ് വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഇവിടെ വീടൊക്കെ ചുറ്റിക്കറങ്ങി കാണാണ്. വീടിൻ്റെ അടുത്ത് ഒരു കൊച്ചിൻ്റെ കുഞ്ഞുവാവയുടെ 90 അപ്പോൾ 90 ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത വീടാണ്. അപ്പോൾ ആ വാവയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇന്നലെ പോയി വാങ്ങിച്ചതാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട്. എനിക്ക് കുഞ്ഞുവാവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ സെലക്ട് ചെയ്തേക്കണം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞുവാവയ്ക്ക് വേണ്ടി ഇങ്ങനെ ഡ്രസ്സ് എടുത്തേക്കണത്. എനിക്ക് ഇഷ്ടമാണ് പിള്ളേരെ. അപ്പോൾ പിള്ളേർക്ക് വേണ്ടി ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ പിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. എൻ്റെ ചേച്ചിയുടെ മക്കളെയൊക്കെ ഞാനിങ്ങനെ എടുക്കണ ആ ഒരു ഇതിലെടുത്ത് വളർത്തി അങ്ങനെ ആ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് കൊച്ചിന് വേണ്ടി ഞാനിത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കുഞ്ഞു ആളുകളെ എനിക്ക് ഞങ്ങളുടെ ഓർമ്മ അങ്ങോട്ട് വന്നു. വീഡിയോ ഒന്നും എടുക്കണില്ല, കാരണം എന്ന് വെച്ചാൽ കുഞ്ഞല്ലേ. അപ്പോൾ കുഞ്ഞു മക്കളെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ഞങ്ങളിതേ ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ് കുഞ്ഞാവയ്ക്ക് വേണ്ടി. ഡ്രസ്സ് ഞാൻ എടുത്താണ്, ഞാൻ സെലക്ട് ചെയ്താണ്. എങ്ങനെ ഉണ്ടെന്നാവോ, ഫസ്റ്റ് ടൈം ഇങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുഞ്ഞും ഞാനും അമ്മയും കൂടെ പോണേ പിന്നെ എന്നെയും കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഇവർ എന്നെ കൊണ്ടുപോകണില്ലാന്ന്. കണ്ട ഒരാൾ പോണ നോക്കിയേ, മഴയാണ് ഇവിടെ. മഴ വണ്ടിക്കാണ് പോണേ. അടുത്ത വീട്ടിലേ അടുത്ത വീട് എവിടെയാന്ന് ഞാൻ കാണിച്ചു തരാട്ടാ. വീട് തേന വണ്ടിക്കാണ് പോണോ കുഞ്ഞു തേന. അതാ വീടാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വീടാണ്. ഇപ്പുറത്തെ വീട്ടിൽ പാർപ്പ്, അത് നേരത്തെ പോയി. പിന്നെ ഇവിടെ പോണം. എൻ്റെ പോണണ്ട അമ്മ വെള്ളത്തിലൊക്കെ ചവിട്ടി. വെള്ളം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പോകണത്. എനിക്ക് എൻ്റെ ഭയങ്കര സന്തോഷമാണ് കുഞ്ഞാവേണ്ട ഇതിനൊക്കെ പോകണത്. ഇതാണ് വീട്. ലൂസിക്ക് കൊടുക്കാനായിട്ട് ചിക്കൻ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് ഈ കോൺ ഐസ്ക്രീം. ഇത് ഭയങ്കര ഇഷ്ടമാണത്. ചിക്കനൊക്കെ വെട്ടി വിഴുങ്ങിയിട്ട് ഇരുന്നുകൊണ്ട് നല്ല കൈ ഇരുന്നുകൊണ്ട് നല്ല ചൊറിയലുണ്ട്. ചൊറിയണ്ട. അങ്ങനെ ഞങ്ങൾ 90 കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ചെളി ചാടലെന്ന് ഇവിടെ നിറച്ച് ചെളിയാണ്. ഞങ്ങളുടെ പാടത്തിൻ്റെ ഏരിയയിലായതുകൊണ്ട്, ഞങ്ങളുടെ വീടായതുകൊണ്ട് ഭയങ്കര ചെളിയൊക്കെയാണ്. ഐസ്ക്രീമും ഇതൊക്കെ കഴിച്ചതിൻ്റെ എമ്പക്കം പോകണം. ചിക്കനൊക്കെ കഴിച്ചതിൻ്റെ ചിക്കനും ചോറും ആയിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കഴിച്ചതിൻ്റെ എമ്പക്കമൊക്കെ പോകണം. ഹാപ്പി. വാവേനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി. വാവ ഉറങ്ങിയിരുന്നു. എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വാവ ഉറങ്ങിയിരുന്നു.